ഞാൻ തീരുമാനിക്കുന്ന പോലെ നമ്മൾ പിരിയണമെന്ന് ആ ദൈവവും തീരുമാനിക്കും. എങ്കിൽ ആ ദൈവം ദൈവമല്ല. ആ കലണ്ടറിൽ 365 ദിവസം വെട്ടിത്തീരും മുൻപ് നിങ്ങൾ മനസ്സ് മാറ്റിയിരിക്കും. ഞാൻ മനസ്സ് മാറ്റിയില്ലെങ്കിൽ? ഇല്ലെങ്കിൽ നീ മനസ്സോടെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരൂ. എന്താ ഒഴിഞ്ഞു മാറി തരുമോന്ന്? ഞാൻ ഒഴിഞ്ഞു മാറി തരാം, മനസ്സോടെ. ഇന്നു മുതൽ ഇതിൽ കോളം വെട്ടുന്നത് അഭിയേട്ടനല്ല, ഞാനാ. ഓർമ്മിക്കാൻ, സ്വയം അടയാളപ്പെടുത്താൻ. അതിനിതാ ഏറ്റവും നല്ല വഴി. ഒരു ഹർഷാരവം. നിന്റെ കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്തിന്? എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്. നിന്നെയല്ല, ചതച്ചെറിഞ്ഞാലും ചാവാത്ത നിന്റെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായെന്നാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ആത്മവിശ്വാസം എന്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. അപ്പോ സ്വാഭാവികമായും എന്റെ ക്വാളിറ്റി അംഗീകരിക്കുന്ന നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്നെയും അംഗീകരിക്കുന്നു. വ്യാഖ്യാനങ്ങൾക്ക് നീ മിടുക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു വ്യാഖ്യാനത്തിനും ഇടം കൊടുക്കാതെ നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുന്നത് ഞാൻ കാണിച്ചു തരാടി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. അങ്കിളെ, ആരത്? വക്കീലോ? വക്കീലെന്താ ഈ വഴി? ഞാൻ ഇവിടെ അടുത്തൊരാളെ കാണാൻ വന്നതാ. എന്നാ പിന്നെ വാ, വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോവാം. അയ്യോ, ഞാനില്ല അങ്കിൾ. എന്തേ, അന്നത്തെ സംഭവം വക്കീലിന് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ഏയ്, അല്ല, ആർക്കായാലും ഫീൽ ചെയ്യും. അമ്മാതിരി പരിപാടിയല്ലേ എന്റെ മോള് വക്കീലിനോട് കാണിച്ചത്. അയ്യോ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ആ, എന്നാ പിന്നെ കൂടെ വാ വക്കീലേ. ഇന്നലെ കൂടി പാറു തന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, ഒന്ന് വിളിക്കണമെന്ന്. അവർക്കും സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് സങ്കടമല്ല അങ്കിളെ, ഒരു ചമ്മല. എന്തിന്? അതിന് വക്കീല് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ.
എന്തെങ്കിലും പൊട്ടും പടിയും മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാന്നേ. വക്കീൽ വാ. അല്ലെങ്കിലേ ആ കുട്ടി വീട്ടിലുണ്ടാവോ? ഉണ്ടെങ്കിൽ തന്നെ തനിക്കെന്താ? അവളുടെ അച്ഛനല്ലേ തന്നെ വിളിക്കുന്നത്. വാ. വരാല്ലേ? ഹ, വാന്നേ. ധൈര്യമായിട്ട് കേറി വാ വക്കീലേ. പാറുവേ, അതൊന്നും വേണ്ട. വാ. ആ ഇതാരാ വന്നേ നോക്കിയേ. വക്കീലെ, ഞാൻ വിചാരിച്ചു വക്കീല് ഞങ്ങളുമായിട്ട് പിണങ്ങിപ്പോയെന്ന്. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ ആന്റി. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാ. അതൊന്നും അല്ല പാറു കാര്യം. വക്കീലിന് ഇങ്ങോട്ട് വരാൻ ചമ്മലാണെന്ന്. ചമ്മലോ? എന്തിന്? അല്ല, അന്ന് സമൃദ്ധയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ. അത് സമൃദ്ധയുടെ ഭാഗത്തുനിന്നല്ലേ പറ്റിയത്. അതിന് വക്കീൽ എന്ത് പഴിച്ചു? ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. ചുമ്മാ അതും ഇതും പറഞ്ഞു മനസ്സ് കേടാക്കാതെ വക്കീലിരിക്കേ. അതെ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അവൾക്കും ഉണ്ടാവുമല്ലോ ഒരു കുറ്റബോധം. എന്തായാലും ഇന്നെങ്കിലും ഒരു തുള്ളി വെള്ളം തന്നിട്ടേ ഞാൻ വക്കീലിനെ വിടത്തുള്ളൂ. അയ്യോ, ഒന്നും വേണ്ട ആന്റി. വേണം. അതെ, പാറു പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. വക്കീല് മര്യാദയ്ക്ക് ഇരിക്കും. ഓക്കെ, ഞാനിപ്പോ വരാം. പിന്നെ വക്കീലേ, മാന്യനായ ഒരു അതിഥി വീട്ടിൽ വരുമ്പോ ആതിഥേയൻ എഴുന്നേറ്റ് പോകുന്നത് മര്യാദയല്ല. എന്നാലും ഞാനൊന്ന് പോവുക. ജോലി കഴിഞ്ഞ് നന്നായിട്ട് മുഷിഞ്ഞാ വന്നത്. ആവി എടുത്തിട്ട് വയ്യ, ഒന്ന് കുളിക്കണം. പാറു ചായ എടുക്കുമ്പോഴേക്കും ഞാനിങ്ങെത്താം. ശരി അങ്കിൾ. വക്കീലിരിക്കും. ഓക്കെ. ദോശയോ? അതാ അപ്പുറത്ത് നല്ല മണം വന്നേ. അമ്മ അമ്മ അമ്മ, എനിക്കൊരു നീ നെയ്റോസ്റ്റ് ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇത് നിനക്കുള്ളതല്ല. പിന്നെ ആർക്കാ? ആ വക്കീല് വന്നിട്ടുണ്ട്. ഇന്നെങ്കിലും ആ പാവത്തിന് സ്വാദോടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഏത് വക്കീല്? ആ വഴക്കുണ്ടാക്കിയവനോ? അത് അയാളല്ലോ. നീയല്ലേ വഴക്കുണ്ടാക്കി നടന്നത്? ആ പാവത്തിന്റെ കാശും പറ്റിച്ചേച്ച്. അമ്മ ചുമ്മാ കാര്യം അറിയാതെ. ദേ, ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ആ, ഇനി നീ എന്നെ അത് ഓർമ്മിപ്പിച്ചല്ലുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് നീ ഇനിയും വാങ്ങിക്കും. ദാ, ഈ ചായ കൊണ്ടുപോയി ആ കുഞ്ഞിന് കൊടുക്ക്. ഇതെന്താ പെണ്ണ് കാണല്ലോ? എന്നെ കൊണ്ടൊന്നും മേല. ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ, ഒരെണ്ണം ഞാൻ അങ്ങ് വെച്ചേരും. അമ്മ നിന്ന് ചിണുങ്ങിക്കൊണ്ടിരിക്കാതെ ഇതുകൊണ്ടേ കൊടുക്ക. ആ പാവത്തിന്റെ മനസ്സിൽ നീ കാരണം എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ. വരുന്നവരും പോകുന്നവരും നാട്ടുകാരും എല്ലാം അമ്മയ്ക്ക് പാവാ. സ്വന്തം മക്കള് മാത്രം കുഴപ്പക്കാര്. മക്കളോ? മക്കളല്ല, മകള്. എന്റെ മൂന്നാമത്തെ മകള്. നീ മാത്രമേ കുഴപ്പക്കാരിയായിട്ടുള്ളൂ. അമ്മ. അതെ, അമ്മ തന്നെയാ പറയുന്നേ. ഇത് കൊണ്ടുപോയി കൊടുക്ക. ഈ അമ്മ ചൂട് ചട്ടകഞ്ഞു വയ്ക്കും. ആ, തല്ലു കൊടുക്കേണ്ട പ്രായത്ത് കൊടുക്കാത്തന്നെ കേടാ. അയ്യോ, ദാ, എന്ത്? ചായ. അത് മനസ്സിലായി. ഇങ്ങനെ ബസ്സിൽ ടിക്കറ്റ് കയറി തരും പോലെ നീട്ടിയോണ്ട് ചോദിച്ചതാ. ഇയാള് വേണമെങ്കിൽ പിടിക്ക്, എനിക്കകത്ത് വേറെ പണിയുണ്ട്. ആ ചോദ്യം എന്നെ കൊണ്ട് വീണ്ടും ആവർത്തിപ്പിക്കല്ലേ. ഏത് ചോദ്യം? ഇത്രയും നല്ല അച്ഛനും അമ്മയ്ക്കും എങ്ങനെ നീ ഉണ്ടായെന്ന്. ഡോ, പിന്നെ വീട്ടിൽ വരുന്ന അതിഥികളെ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? വീട്ടിൽ വന്ന ആൾക്ക് അതിഥിയാവാനുള്ള യോഗ്യത ഉണ്ടോന്ന് വീട്ടുകാർക്കും കൂടി തോന്നണ്ടേ? അതെ, നിന്റെ അച്ഛൻ നിർബന്ധിച്ച് എന്നെ വിളിച്ചോണ്ട് വന്നതാ. അച്ഛനൊരു പാവാ. എന്നിട്ട് നീ എന്ന് പറഞ്ഞ അങ്ങനെ അല്ലല്ലോ, വലിയ ഗുണ്ടയാണെന്നല്ലേ. എന്താ മിണ്ടാട്ട മുട്ടിയോ? ഇതായിരിക്കുന്നു. അമ്മ പറഞ്ഞു, ഞാൻ കൊണ്ടുതന്നു. ഇയാള് വേണമെങ്കിൽ കുടിക്ക്, അല്ലെങ്കിൽ എടുത്ത് പുറത്ത് കളഞ്ഞേക്ക്. ഈ 85 കിലോ മുഴുവൻ അഹങ്കാരോ?
ഇങ്ങനെയുണ്ടോ പെമ്പിള്ളാര്? ഇവരുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടോ? അപ്പോ അഭിസാറും ഭാര്യയും അത്ര അടുത്ത ബന്ധുക്കളാ? അതോ ചുമ്മാ ഒരു സ്റ്റൈലൻ ഫോട്ടോ കണ്ടപ്പോ എടുത്ത് തൂക്കിയതോ? ഏയ്, അതിന് സാധ്യതയില്ല. എന്താ വക്കീലെ ഫോട്ടോ നോക്കി ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നേ? അല്ല, അത് നല്ല ജോഡികളാണെന്ന് അല്ലേ? ദൈവം പറഞ്ഞ് സൃഷ്ടിച്ചതുപോലെ. അതെ അതെ. പക്ഷേ എന്നിട്ടും അവരെന്തിനാ പിരിയാൻ തീരുമാനിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആന്റിയുടെ ബന്ധു അല്ലേ? വക്കീലൊന്ന് വന്നേ. എന്താ ആന്റി? വാ. വക്കീൽ എന്താ പറഞ്ഞേ? അതെ ആന്റി, അഭിസാറ് സംയുക്ത മേഡവും പിരിയാൻ പോവുക. ഞാൻ അവരുടെ വക്കീല്. ഞാനെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം കിട്ടിയ ഒരു കേസ്, അത് ഇവരുടെ ഡിവോഴ്സ് കേസാ. മോനിത് എന്തൊക്കെയാ പറയുന്നേ? അതെ ആന്റി, അന്ന് ആന്റി അഭിസാറിന്റെ ഓഫീസിൽ വന്ന ദിവസം ഒപ്പിടാൻ പേന തെളിയാതെ വന്നപ്പോ ആന്റിയല്ലേ പേന കൊടുത്തത്? ആ, അന്ന് അവർ ഒപ്പിട്ടത് ഡിവോഴ്സ് പേപ്പറാ. എന്താ മോനെ, പേന തെളിയുന്നില്ലേ? ദാ ഈ പേന കൊണ്ട് ഒപ്പിട്. അഭിസാറ് നല്ല ക്ലയന്റാ. സാറ് തന്ന അഡ്വാൻസ് കൊണ്ടാ ഞാനിന്ന് ആന്റിയുടെ കടമ കിട്ടിയത്. അയ്യോ ആന്റി, ആന്റി എന്തിനാ കരയുന്നേ? ആന്റിക്ക് അത്ര അടുപ്പമുള്ളവരാ അവര്? ചെറിയൊരു ബന്ധം. എന്റെ മോളും മരുമോനുമാ. വക്കീല് വിചാരിച്ച ഈ ഡിവോഴ്സ് ഒഴിവാക്കാൻ പറ്റൂലേ? സോറി ആന്റി, കേസ് കോടതിയിലെത്തി. ഫസ്റ്റ് ഹിയറിംഗും കഴിഞ്ഞു. അപ്പോ എന്റെ മോള് സമ്മതിച്ചോ ഒഴിയാൻ? പരസ്പരം സമ്മതിച്ചുള്ള ഡിവോഴ്സ് പെറ്റീഷനാ. ആന്റി ഒന്ന് കണ്ടില്ലേ രണ്ടുപേരും ഒന്നിച്ച് ഒപ്പുവെക്കുന്നത്? വക്കീലേ, വക്കീലതോടെ പോയി? ഈശ്വര, ഇനി സമ്മർദ്ദം എങ്ങാനും ഒന്ന് ഇറക്കി വിട്ട. വക്കീലേ, വക്കീലേ, വക്കീലേ. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? ഞങ്ങള് ചുമ്മാ ഓരോ കുശലങ്ങൾ പറഞ്ഞ്. എന്താ ഇതേട്ടാ? ആ രാസനാദിപ്പൊടി നീ എവിടെ വെച്ചെന്റെ പാറു? അത് അവിടെ അലമാരിയുടെ മുകളിൽ തന്നെ ഉണ്ട്. വെള്ളം തലയിൽ വീണാൽ ജലദോഷം എനിക്കാ, അതിന് നീ എന്തിനാ പനിക്കുന്നത്? പനിയോ? ആർക്ക്? അല്ല, നിന്റെ മുഖം വല്ലാതിരിക്കുന്നു. അത് ഈ അടുക്കള പൊടി അടിച്ചിട്ടായിരിക്കും. എന്തായി, വക്കീലിനുള്ള പലഹാരമൊക്കെ റെഡിയായോ?
ഞാൻ എടുക്കോ ഏതേട്ടാ? ഞാൻ ഇപ്പൊ വരാൻ വക്കീലേ. പാറു, ഒരു ചായ എനിക്ക് കൊണ്ടെടുത്തോ. സഹിക്കത്തില്ല മനുഷ്യനറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. മക്കളായിട്ടല്ല, കൂട്ടുകാരായിട്ടാ 4 പെൺമക്കളെയും എന്റെ നേടം വളർത്തിയത്. എപ്പോഴും പറയും, പാറു നമ്മുടെ മക്കള് പെൺമക്കളല്ല പൊന്മക്കളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാ പിന്നെ ഏതേട്ടനുണ്ടാവില്ല. സോറി ആന്റി, ഒന്നും അറിയാതെ ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. എന്റെ ആദ്യത്തെ കേസാണെന്ന് വീമ്പ് പറയുകയും ചെയ്തു. സാരമില്ല, വക്കീലിന്റെ പണിയല്ലേ ചെയ്യുന്നത്. വക്കീലിന്റെ കേസ് ജയിക്കാൻ ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാലും ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. ബുദ്ധിമുട്ട് ആന്റി. അഭിസാറ് അത്രയ്ക്ക് സ്ട്രോങ്ങാ. ഞാനെന്നല്ല, ആര് പറഞ്ഞാലും സാർ കേൾക്കില്ല. ആന്റി എന്നോട് പൊറുക്കണം. അയ്യോ, വക്കീല് പോയോ? ആ ആ, അത് വക്കീലിന് അത്യാവശ്യമായിട്ട് ഒരു കോൾ വന്ന വക്കീൽ പോയി. അതെന്തൊരു പോക്ക, ഒരു ചായ പോലും കുടിക്കാതെ. വേറൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാറു നിന്നേ. നേര് പറ. എന്ത്? നിനക്ക് പനിക്കുന്നുണ്ട് അല്ലേ? ഏയ് ഇല്ല. നോക്കട്ടെ. ചൂടില്ലല്ലോ. ചൂടെന്ന് മനസ്സിലായതേട്ടാ, കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുക. എന്താ പാറു? ഏ ഒന്നുമില്ല. എതിരമാ, ഞാൻ ചായ എടുത്ത് വയ്ക്കാം. എന്താ എല്ലാവരും കൂടി ഇവിടെ? കൺഗ്രാറ്റുലേഷൻ മാഡം. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് മാഡം. കൺഗ്രാറ്റുലേഷൻസ് മാഡം. എന്താ എന്താ പ്രശ്നം? പ്രശ്നമല്ല സാർ, പ്രശംസയാ. മാഡം വലിയൊരു അപകടത്തിൽ നിന്ന് തിരിച്ചു വന്നതല്ലേ? അതിന് അല്ല സർ, ഇത് ഞങ്ങൾ സ്റ്റാഫുകളുടെ ഡിസിഷനാ മാഡത്തെ സ്വീകരിക്കണമെന്ന്. പാമ്പ് കടിച്ചു, കൃത്യസമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു, രക്ഷപ്പെട്ടു. അതിന് സ്വീകരിക്കേണ്ട കാര്യം എന്താ? അതും ഈ ഓഫീസ് ടൈമിൽ. എല്ലാവരും വേഗം പോയി ജോലി ചെയ്യാൻ നോക്ക്. എന്തുവാ ഇത്? അല്ല മാഡം, ഈ പാമ്പിനെ പിടിച്ചപ്പോഴേ നല്ല വഴുവഴുപ്പുണ്ടായിരുന്നു. ആർക്കറിയാം രാമകൃഷ്ണ, ആ സമയത്ത് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? ശരിക്കും എന്റെ ജീവൻ കടപ്പെട്ടിരിക്കുന്നത് അഭിയേട്ടനോടാ. അല്ല, അതെങ്ങനെ മാഡം? സാറിനെ പാമ്പ് കൊത്താൻ വന്നപ്പോ രക്ഷിക്കാൻ മാഡം കയറി ഇടപെട്ടെന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. എന്നാലും എവിടുന്ന് കിട്ടി മാഡത്തിന് ഇത്രയും ധൈര്യം?
ആ നേരത്തെ നമ്മൾ മറ്റൊന്നും ഓർക്കില്ലല്ലോ ശ്രീബുദ്ധ. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവൻ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പൊ ധൈര്യവും ഊർജവും ഒക്കെ ദൈവം തരും. പക്ഷേ ഞാൻ ആ കാണിച്ച ധൈര്യത്തിന് പകരം വയ്ക്കാനാവാത്ത സ്നേഹം കൊണ്ടാ അഭേട്ടൻ എന്നോട് കടം വീട്ടിയത്. അഭേട്ടൻ എനിക്ക് വേണ്ടി കരഞ്ഞു. എന്നെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഒരല്പം ഡിലേ വന്നപ്പോ എനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കി. ഉറങ്ങാതെ, എന്നെ ഉറക്കാതെ എനിക്ക് വേണ്ടി കാവലിരുന്നു. ഒടുവിൽ ആ പാവം എനിക്ക് വേണ്ടി ഡാൻസ് വരെ ചെയ്തു. അൺബിലീവബിൾ. അഭി സാർ ഡാൻസ് ചെയ്യുകയോ? ആ നേരം ഞാൻ കണ്ടു ആ കണ്ണുകളിൽ എന്നോടുള്ള അടങ്ങാത്ത പ്രണയം. സംയുക്ത, നീയോ പണി ചെയ്യില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമല്ലേ? എല്ലാവരും സീറ്റ് പോ. പോക്കോ. താങ്ക് യു സർ. എന്തിനു? ഇത്രയും കഷ്ടപ്പെട്ട് മാഡത്തിന്റെ ജീവൻ രക്ഷിച്ച് ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന്. അതെ സാർ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാഡം ഉറങ്ങാതിരിക്കാൻ സാർ ഡാൻസ് ചെയ്തെന്ന്. അടിപൊളി. ഏത് സ്റ്റെപ്പായിരുന്നു സാർ? കൈയെടുക്കണോ? എല്ലാവരും സീറ്റിൽ പോയേ. വാ വാ പോവാം. നാണം ഉണ്ടോടി നിനക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ വിളിച്ചു പറയാൻ? എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുന്നതിൽ ഞാൻ എന്തിനാ നാണിക്കുന്നത്? നടന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എന്ത് നടന്നു? നിന്റെ പാമ്പ് കടിച്ചു, ഞാൻ രക്ഷിച്ചു. അല്ല, എന്നെ പാമ്പ് കടിക്കാൻ വന്നു, നീ രക്ഷിച്ചു. കഴിഞ്ഞല്ലേ? ഇല്ല,